ബാച്ചിലേഴ്സിനൊക്കെ ആയിരുന്നാലും അല്ലെങ്കിൽ പുതിയതായിട്ട് കുക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ ആയിരുന്നാലും വളരെ എളുപ്പത്തിൽ തന്നെ കാളങ്കറി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഇനി നോക്കാം. ഇതേപോലെ കാളങ്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ വീഡിയോ നോക്കിയിട്ട് ഉണ്ടാക്കാനായിരുന്നാലും നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇത് തന്നെ റെഡിയാക്കാന്ന്. റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയൊരു ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഈ ഏത്തക്കായയുടെ തൊണ്ട് കളഞ്ഞിട്ട് നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അത് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒന്ന് ചെരിച്ചിട്ട് വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാണിക്കാം അതെങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് ഈ കാളങ്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏത്തക്കായ ഒന്ന് വേവിച്ചിട്ടെടുക്കും. ഏത്തക്കായ വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇത് ഞാനിവിടെ ഒരു 14 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ മുളകിൻ്റെ പൊടി ചേർക്കണില്ല. അപ്പോൾ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടായിട്ടൊന്ന് കീറിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. ഇഞ്ചിയും ഒന്ന് ചതച്ചിട്ടെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടിയും ചേർത്തിട്ട് ഫസ്റ്റ് ഏത്തക്കായ വേവിച്ചിട്ടെടുക്കും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കും. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് ഈ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കും. നിങ്ങൾ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കണ വെള്ളം ഇപ്പോൾ നിങ്ങൾ ടാപ്പിലേക്ക് വരുന്ന വെള്ളം നല്ല തണുത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ വെള്ളം ചെറുതാക്കിയിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തേങ്ങയായിരുന്നാലും നല്ല തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തണുത്ത വെള്ളം കൂടിയും ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തേങ്ങ അരച്ചിട്ട് വന്നു കഴിയുമ്പോൾ ശരിക്കും അരഞ്ഞു കിട്ടില്ല. അതിങ്ങനെ ഓയിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ട് അതാകെ ഒരു ക്രീം പോലെ ഇരിക്കും. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിലെ വെതറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ചേർത്താൽ മതി. പിന്നെ വേണ്ടത് തൈരാണ്. തൈര് ഞാനിവിടെ 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. തൈര് എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാളങ്കറിക്ക് തൈരിന് അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ യോഗട്ടായിരുന്നാലും മതി. അപ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ ഇപ്പോൾ തൈരോ അല്ലെങ്കിൽ യോഗട്ടൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് പുളി ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് തൈര് എടുത്തിട്ട് പുറത്ത് വയ്ക്കാം. നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ നേരത്തെ എടുത്തിട്ട് പുറത്തെടുത്ത് വയ്ക്കാം. എന്നാൽ മാത്രമേ തൈരിന് ശരിക്കും നല്ല പുളി കിട്ടുള്ളൂ. ഇതിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും വേണം, ഉണക്കമുളകും വേണം. ഉണക്കമുളക് ഞാനിവിടെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവയും വേണം. അപ്പോൾ ഇത് താളിച്ച് ചേർക്കുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ താളിച്ചിട്ട് ചേർക്കണം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത്തക്കായയുടെ തൊണ്ട് കളഞ്ഞിട്ട് ഇത് നല്ല കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇഞ്ചി നിങ്ങൾ ചതച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പച്ചമുളകായിരുന്നാലും ഒന്ന് 2ആയിട്ടൊന്ന് കീറിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത്തക്കായ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഈ ഏത്തക്കായ നിങ്ങൾ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇടണം. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പരന്നിട്ടുള്ളൊരു പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. ഈ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നേരെ കട്ട് ചെയ്യരുത്. ഇതേപോലെ പതുക്കെ ഒന്ന് ചെരിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാളങ്കറിയിലേക്ക് സാധാരണ ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് ചേർക്കുക. ഒരുപാട് കനത്തിലും കട്ട് ചെയ്യരുത്. ഈ കായ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഈ തേങ്ങ അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രോസൺ തേങ്ങയ്ക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കറക്റ്റ് അളവ് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പിടിക്കണക്ക് പറയാം. ഇതേപോലെ ഇങ്ങനെ എല്ലാ കൈയുടെ ഉള്ളിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഞാനിവിടെ 1 പിടി ചേർത്തിട്ടുണ്ട്. 2 പിടിയുണ്ട്, 3 പിടി. ഞാനിതിലേക്ക് 3 പിടി തേങ്ങയാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. തേങ്ങ അരച്ചിട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ശരിക്കും അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഏറ്റവും അധികം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് അരിയണില്ല എന്നുണ്ടെങ്കിൽ മാത്രം അതനുസരിച്ചിട്ട് വെള്ളം ചേർത്താൽ മതി. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഏത്തക്കായ വേവിച്ചിട്ട് എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് ഏത്തക്കായ ചേർക്കുക.
ചതച്ചെടുത്തേക്കണ ഇഞ്ചിയും ഇതേപോലെ ഇങ്ങനെ രണ്ടായിട്ട് കീറിയെടുത്തേക്കണ പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇഞ്ചി ചേർക്കുമ്പോൾ ഞാനിവിടെ നല്ല നാടൻ ഇഞ്ചി പോലത്തെ ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഈ ചൈനയിൽ നിന്ന് വരുന്ന വലിയ ടൈപ്പ് ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അത് ഇഞ്ചിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി അത്രയ്ക്ക് ചേർക്കണം, എന്നാൽ മാത്രമേ കാളൻ കറിയുടെ ശരിക്കുള്ള കളർ കിട്ടുള്ളൂ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർക്കാം. ഈ കായ വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിവിടെ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് സാധാരണ ഇതേപോലത്തെ സ്റ്റീലിൻ്റെ കപ്പുണ്ടല്ലോ, ഇങ്ങനത്തെ കപ്പിൽ 1 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് അടപ്പത്ത് വയ്ക്കാം. കൂടി വയ്ക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നിങ്ങളൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. കാരണം കായ ഇതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ മൺചട്ടിയിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. കായ സാധാരണ മറ്റേ ബാക്കിയുള്ള സാധനങ്ങൾ കുക്ക് ചെയ്യണ പോലെയല്ല, ഏത്തക്കായ പെട്ടെന്ന് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. ഇപ്പോൾ തേങ്ങ ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഞാനിവിടെ തീ കുറച്ച് വെക്കണില്ല, ഞാൻ തീ ഇവിടെ നന്നായിട്ട് കൂട്ടി തന്നെയാണ് വെച്ചേക്കുന്നത്. അത് കുഴപ്പമില്ല, നമ്മളതനുസരിച്ചിട്ടുള്ള വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ. ഈ കായ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഇതിനകത്ത് കായ വെന്തിട്ടുണ്ട്. അത് കായ വെന്തിട്ടുണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് രണ്ടായിട്ടാണ്ട് കട്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കഷ്ണം എടുത്തിട്ട് ഒന്ന് കഴിച്ചിട്ട് നോക്കാം. കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് എടുക്കുള്ളൂ ഈ ഏത്തക്കായ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ചേർക്കാം. മിക്സിയിലുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, മിക്സി ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. കാരണം കുറേ വെള്ളം അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ കാളൻ കറി ഭയങ്കര വെള്ളം പോലെ പുളിശ്ശേരി പോലെ ആയിപ്പോവും. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കറി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കറി നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഈ തേങ്ങയ്ക്കും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് തൈര് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് കറി ഇവിടെ ഒരു 5 മിനിറ്റ് കറി നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് തേങ്ങയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തൈര് ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. തൈര് ചേർക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കറി തിളച്ച് കഴിഞ്ഞിട്ട് കറി ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ടിരിക്കണം, ഒരുപാട് തിക്കായിട്ടല്ല. അപ്പോൾ ഭയങ്കര വെള്ളം പോലെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കണം. കാരണം ഇതിലേക്ക് നമ്മൾ ഈ തൈര് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കറി തിളപ്പിക്കില്ല. അപ്പോൾ കാളൻ കറിയൊക്കെ ആകുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ഇരിക്കരുത്. ഒരുപാട് വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പുളിശ്ശേരി എന്ന് പറയും. അപ്പോൾ കാളൻ കറി ചെറുതായിട്ട് ഒന്ന് തിക്കായിട്ടിരിക്കണം. ഇതിലേക്ക് തൈര് ചേർക്കാം. തൈര് ഞാനിവിടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ചേർക്കാം. ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് തൈര് ചേർക്കുന്നത്. കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാണ് ഈ കറിയിൽ ഒന്നും കൂടിയും പുളി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ തൈര് ചേർത്ത് കൊടുക്കുക. ഈ തീ ഓഫ് ചെയ്യുക. തൈര് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറി തിളപ്പിക്കണ്ട. ഇപ്പോൾ മൺചട്ടിയിലേക്കാണ് വെക്കണമെന്നുണ്ടെങ്കിൽ തൈര് ഒഴിക്കാൻ പോകുന്നതിന് മുമ്പ് തീ ഓഫ് ചെയ്യുക. കാരണം മൺചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. അപ്പോൾ തൈര് ചേർത്ത് കഴിഞ്ഞാലും ചിലപ്പോൾ മൺചട്ടിയുടെ ചൂട് കൊണ്ട് ചിലപ്പോൾ കറി ഇരുന്നിട്ട് ഒന്നുകൂടി അങ്ങോട്ട് തിളയ്ക്കും. അങ്ങനെ തിളച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈര് അങ്ങോട്ട് വെള്ളം പോലെയാവും. പിന്നെ ചില തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പിരിഞ്ഞ പോലെ ആവുകയും ചെയ്യും. അപ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം തൈര് ചേർത്താൽ മതി. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുക. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇതേപോലെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. അപ്പോൾ കടുക് ഒരു 3/4 ഭാഗം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം.
ഇത് നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ആ ഉലുവയും കടുകൊക്കെ ഉണ്ട് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ കാളൻ കറി എടുക്കുമ്പോൾ ഇതേപോലെ ഇനി ഇരിക്കണം. ഒരുപാട് വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യരുത്, ഒരുപാട് തിക്കായിട്ട് ഇരിക്കുകയും ചെയ്യരുത്. ഇപ്പോൾ ഓണത്തിന് അല്ലെങ്കിൽ വിഷുവിനൊക്കെയും ഇതേപോലെ കാളൻ കറി ഉണ്ടാക്കുമ്പോൾ അന്ന് തന്നെ ഉണ്ടാക്കാണ്ട് ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെയും കാളൻ കറി ഉണ്ടാക്കിയിട്ട് വയ്ക്കാം. അപ്പോഴായിരിക്കും കാളൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ബാച്ചിലേഴ്സിനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഇഞ്ചിയും പുളിയുടെ ഒരു റെസിപ്പിയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇഞ്ചിയും പുളി ആയിരുന്നാലും ഇതേപോലെ തന്നെ നേരത്തെ 2 ദിവസം മുമ്പ് തന്നെ ഉണ്ടാക്കിയിട്ട് വയ്ക്കുക. ഈ കറികളൊക്കെ ഒന്ന് ഇരിക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.